തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ പുതുതായി കുടുംബശ്രീ ആരംഭിച്ചിരിക്കുന്ന കഫേയാണ് സുലഭം കഫേ. KSRTC സിറ്റി സ്റ്റാൻഡിലാണ് ഈ കഫേ കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. പ്രീമിയം കഫേയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, വൈകിട്ട് ഡിന്നർ ഇതെല്ലാം ഒരുക്കുന്ന രീതിയിൽ, ചായ ഇതെല്ലാം നൽകുന്ന രീതിയിലുള്ള ഒരു പുതിയ സംവിധാനമാണ് തുടങ്ങിയത്. പ്രധാനമായും KSRTCയിലെ ജീവനക്കാർ, അതുപോലെ തന്നെ ഇവിടെ വന്നിറങ്ങുന്ന യാത്രക്കാർ, ഇവരെ ഉദ്ദേശിച്ചാണ് ഈ കഫേ തുടങ്ങിയത്. പക്ഷെ അപ്പോഴാണ് പാചകവാതക പ്രതിസന്ധി വന്നത്. പാചകവാതക പ്രതിസന്ധി വന്നതോടെ തന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു വലിയ പ്രശ്നം അവരുടെ മുന്നിലേക്ക് വരികയാണ്. കണ്ടില്ലേ, കുടുംബശ്രീ സുലഭം കഫേ പ്രീമിയം റെസ്റ്റോറൻറ്റ് മാർച്ച് 10-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ പാചകവാതക പ്രതിസന്ധി കാരണം ഉച്ചകൊണ്ട് മാത്രമായി പരിമിതപ്പെടുത്തേണ്ടി വന്നു. ഇവിടെ ബോർഡിൽ തന്നെ ഊണ് 50 രൂപ, നെത്തോലി ഫ്രൈയും മത്തി ഫ്രൈയും കേരക്കറിയും ഒക്കെ ചുരുങ്ങിയ വിലയ്ക്കാണ്. പക്ഷേ ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു വലിയ പ്രതിസന്ധി ഇവർക്കൊണ്ട് തുടങ്ങിയുള്ളൂ. അതിനിടയ്ക്ക് തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയല്ലേ. നിലവിലെ യുദ്ധത്തിൻ്റെ സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് ലഞ്ച് മാത്രമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ആഴ്ച മുതൽ ചായ, സ്നാക്സ്, അതുപോലെ ഡിന്നർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് എന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കുടുംബശ്രീയുടെ ഈ കഫേ വളരെ മികച്ച രീതിയിൽ വലിയ പ്രതീക്ഷയോടെയാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. കാരണം KSRTC ബസ് ഇറങ്ങുന്നവർക്ക് ഇവിടെ വന്ന് കയറിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഈ കഫേ തയ്യാറാക്കിയത്. നമുക്ക് ആ കിച്ചണൊന്നും കണ്ടാലോ. ഇവിടെ ഉള്ളതൊരു ഗുണമെന്ന് പറയുന്നത്, ഇവിടെ വിറകടുപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് വിറകും നമ്മൾ നേരത്തെ സ്റ്റോക്ക് ചെയ്തത് കാരണം ഇന്നത്തെ പാചകം മുഴുവൻ നടന്നിരിക്കുന്ന വിറകിലാണ്. ഒരു ദിവസം നമ്മളപ്പോൾ എത്ര പേർക്കുള്ള ഭക്ഷണം വയ്ക്കും? കാരണം ഇതിപ്പോൾ സിറ്റി സ്റ്റാൻഡ് ആയതുകൊണ്ട് കൂടുതലും KSRTC ജീവനക്കാരും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ പ്രതീക്ഷിക്കുന്നത്? കൂടുതലും KSRTC ജീവനക്കാരാണ്. ഇത് ഗ്യാസ് സിലിണ്ടർ പാകം ചെയ്യാനുള്ളത്. ഈ തൊട്ടടുത്ത് തന്നെ വിറകടുപ്പിൽ പാകം ചെയ്യാനുള്ള ഒരു ദീർഘവീക്ഷണം കൂടെ നടത്തി എന്ന് പറയേണ്ടി വരും അല്ലേ. നേരത്തെ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആയിരുന്നു. അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമാണെന്ന് തോന്നുന്നു. കാരണം ഏകദേശം ഒരു 5ഓളം അടുപ്പുകൾ ഇതിന്റെ ഭാഗമായിട്ട് വിറകടുപ്പുകളായിട്ട് തന്നെയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് വിറകുകളും ഇവിടെ ഉണ്ട്. ഗ്യാസ് പ്രതിസന്ധി നിന്നാലും സംഭവം പൂട്ടിപ്പോണ്ടി വരില്ല ഇല്ലെന്ന് തോന്നുന്നു. കുറച്ച് ഇത് ഇപ്പം വിറക് തന്നെ എത്ര കാലത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള അറിയില്ല. ബ്രേക്ക്ഫാസ്റ്റും വൈകിട്ട് ഡിന്നറും ഒക്കെ ചേർന്ന് അങ്ങനെ ഒരു ആലോചന ആയിരുന്നു. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ചായക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഡിമാൻഡ് വരുന്നതാണ്. അപ്പോൾ ചായയുടെ ലൈവ് കൗണ്ടർ ഫ്രണ്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാസിന്റെ ആവശ്യം ഉണ്ട്. ചായ കിട്ടാൻ വഴിയില്ല സാർ. ഗ്യാസിന്റെ ഇതുകൊണ്ട് ഊണ് മാത്രമല്ല, വേറെ ആഹാരമൊന്നുമില്ല. മണക്കാട് ജംഗ്ഷനിൽ പോയാണ് ഇന്നൊരു ചായ കുടിച്ചത്. 30 രൂപ ആട്ടയ്ക്ക് കൊടുത്ത് 10 രൂപ ഒരു ചായക്ക് വേണ്ടി 30 രൂപ ആട്ടയ്ക്ക് കൊടുത്താണ് ഞാൻ പോയി കുടിച്ചത്. അപ്പോൾ പാചകവാതകത്തിന്റെ ക്ഷാമം ഉണ്ടെങ്കിലും ഗ്യാസ് അടുപ്പിൽ പാകം ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ കുടുംബശ്രീയിലെ ചേച്ചിമാർ ഇവിടെ നടത്തുന്നുണ്ട്. ചേച്ചി, ഗ്യാസ് ഇല്ലാത്തൊരു പ്രശ്നം അലട്ടാതെ ഉള്ള വലിയ ജോലി തിരക്കിലാണല്ലോ. ഗ്യാസ് ഇല്ലാലും ഞങ്ങൾ വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും. തുടക്കത്തിൽ നല്ല ഗംഭീരമായിട്ട് വച്ച് വിളമ്പേണ്ടായിരുന്നില്ലേ? അതിനുള്ളൊരു അവസരം നഷ്ടമായില്ലേ? നഷ്ടമായില്ല സാറേ, വിറകൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ മാനേജ് ചെയ്തങ്ങ് പോകും. എങ്ങനെ നമ്മുടെ പുതിയ കഫേ തുടങ്ങിയിട്ട്? സൂപ്പർ ഭക്ഷണം. പക്ഷെ വല്ലാത്തൊരു സമയത്തായി പോയില്ലേ? ഒരാഴ്ചക്കുള്ളിൽ വിറക് കത്തിക്കാനുണ്ടെന്ന് പറഞ്ഞു. ശാലയ്ക്കകത്തുള്ള നമ്മൾ ഹോട്ടലിലൊക്കെ പോയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് പൂട്ടി, ഗ്യാസ് ഇല്ലാത്ത കാരണം. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. പൂട്ടേണ്ടി വരില്ല എന്നുള്ള ഒരു ആശ്വാസം ഇവിടെ KSRTC ജീവനക്കാർക്കുണ്ട്. കാരണം വിറകടുപ്പുണ്ട് എന്നത് കുടുംബശ്രീ പ്രീമിയം ഹോട്ടലിലെ ഒരു വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ വിറക് കിട്ടുന്നിടത്തോളം KSRTC സ്റ്റാൻഡിൽ തുടങ്ങിയിരിക്കുന്ന ഈ കുടുംബശ്രീയുടെ ഹോട്ടൽ നടന്നു പോകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ KSRTCയിലെ ജീവനക്കാരും ഇവിടെ എത്തുന്ന യാത്രക്കാരുമെല്ലാം. ക്യാമറ സജീവമാനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.